പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്, ഇപ്പം ഈ വീഡിയോ ഒക്കെ നടക്കുന്നതിനിടയ്ക്ക് പലരും എന്നോട് ചോദിച്ചിരുന്നു, ഈ ഗണേശോത്സവം, ഇപ്പോൾ പൂനെയിൽ ഗണപതി ഉത്സവം അല്ലെങ്കിൽ ഗണേശോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള താല്പര്യം, എന്തിനാണ് അങ്ങനെ ഒരു ഉത്സവം നടത്തുന്നതെന്ന് പലരും എന്നോട് ചോദിച്ചു. ഒരുപക്ഷെ ഞാൻ ഒരു പൂനെക്കാരനായതുകൊണ്ടായിരിക്കാം എന്നോട് ഈ ചോദ്യം അവർ ചോദിച്ചത്. കാരണം ഇത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ്, പൂനെയിലാണ്. ഈ വിഘ്നേശ്വരനാണ് അല്ലേ, ഗണപതി എന്ന് പറയുന്ന വിഘ്നേശ്വരനാണ്. എല്ലാ വിഘ്നങ്ങളും നശിക്കാൻ, അതുപോലെ നമ്മുടെ ജീവിതമാർഗത്തിൽ എല്ലാ തടസ്സങ്ങളും നീക്കാൻ വേണ്ടിയാണ് ഗണപതി ഭഗവാനെ നമ്മളെല്ലാവരും പൂജിക്കുന്നത്. എപ്പോഴും ഒരു നല്ല കർമ്മം നടക്കുന്നതിന് മുമ്പായിട്ട് ഹിന്ദു മതാചാരപ്രകാരം ഗണപതിക്കൊരു തേങ്ങ ഉടയ്ക്കുന്ന പരിപാടിയുണ്ട് അല്ലേ. കാരണം അങ്ങനെ ആയാലാണ് ഈ വിഘ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാമെന്നൊരു വിശ്വാസമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഒരുപക്ഷെ അതൊക്കെ ഊട്ടി ഉറപ്പിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ശരിക്കും ഈ ഗണപതി എന്നുള്ള കാര്യം പണ്ട് മറാഠകളായിരുന്നു അല്ലേ ഇവിടെ ഭരിച്ചിരുന്ന. ശിവാജി പോലെയുള്ള ആളുകൾ മറാഠ പോരാളികളായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരായിട്ടൊക്കെ പൊരുതിയ ആളുകളാണ്. അപ്പോൾ അവരുടെ ആ ഒരു സമയത്ത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം, എല്ലാവരെയും ഒന്നിച്ചു കൂട്ടാൻ, ഹിന്ദുവിൻ്റെ ഒരു ഐക്യം കൂടി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു തോന്നലിലാണ്, ഒരു ചിന്ത വന്നിട്ടാണ് അവരിങ്ങനെ ഒരു ഗണപതി ഇത് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ 1893 രാംഭാവ് റംഗാരി എന്നൊരു വ്യക്തിയാണ് ഇത് തുടങ്ങിയത്. അത് പിന്നീട് തിലകിൻ്റെ, ലോകമാന്യ തിലക് നമ്മൾ കേട്ട് കാണും, സ്വാതന്ത്ര്യ പോരാളിയാണ്, പൂനെയിലെ വലിയൊരു നേതാവാണ്. സ്വാതന്ത്ര്യ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് മോചനം കിട്ടാൻ ഒരുപാട് ശ്രമിച്ച, അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചവരിൽ ഒരാളായിരുന്നു നമ്മുടെ ലോകമാന്യ തിലക്. അപ്പോൾ തിലകിൻ്റെ ഈ സമയം വന്നപ്പോൾ തിലക് എന്ത് ചെയ്തു, സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരു ഉത്സവ പ്രതീതിയിൽ എല്ലാവരെയും ഒന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു ദേശീയ ബോധം എല്ലാവരും വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ ലോകമാന്യ തിലക് ഇങ്ങനെ ഒരു ഉത്സവം ഇങ്ങനെ പ്ലാൻ ചെയ്തത്. അതങ്ങനെ ആയി ഇപ്പം നമ്മുടെ ഗണപതി ഉത്സവം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെയോ മുസൽമാൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ്റെയോ അല്ല, ഒരു സർവമത സൗഹാർദ്ദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഗണപതി ഉത്സവം തുടങ്ങിയത്. അത് ശരിക്കും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഉണ്ടാവുക. 10 ദിവസത്തെ പൂജയാണ്. ശരിക്കും ചിങ്ങമാസം, നമ്മുടെ ഓണത്തോടനുബന്ധിച്ചാണ് എപ്പോഴും അത് വരിക. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസം, ആ ദിവസമാണ് നമ്മുടെ ഗണേശ ചതുർത്ഥി ദിവസം. അന്ന് ഗണപതിയുടെ ജന്മദിനമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും എന്ന് മാത്രമല്ല, കേരളത്തിൽ പോലും നമ്മളവിടെ ആഘോഷിച്ച് വരുന്ന ഒരു ഉത്സവമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് മഹാരാഷ്ട്രയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. എങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് പൊതുവെ ലോകത്തിൻ്റെ പലവിധ സ്ഥലങ്ങളിലും, ഫോറിനിൽ പോലും അല്ലേ, വിദേശ രാജ്യങ്ങളിൽ പോലും നടത്തി വരുന്ന വലിയൊരു ഉത്സവമായിട്ട് മാറി നമ്മുടെ ഗണേശ ചതുർത്ഥി. അപ്പം ഈ ചിങ്ങമാസത്തിൽ 4-ാം ദിവസം മറ്റോ അധികം ഇങ്ങനെ വരിക ഈ ഒരു ചതുർത്ഥി. ആ ദിവസമാണ് കഥ വെക്കുന്നത്. 10 ദിവസം നമ്മൾ പൂജകളും കാര്യങ്ങളും ഉത്സവങ്ങളായിട്ട് കൊണ്ടാടിയിട്ട് 10-ാം ദിവസം ഒരു 4 ഘട്ടങ്ങളിലാണ് 4 തരത്തിലുള്ള പൂജകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ പല സ്ഥലത്തും പല രീതിയിലാണ് ചെയ്യുന്നത്. മാക്സിമം 10-ാം ദിവസമാണ് നമ്മളിത് ഗണപതിയെ മുക്കുന്നത്, വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കുകയാണ് ചെയ്യുന്നത്, നിമഞ്ജനം ചെയ്യാമെന്ന് പറയും. അപ്പം ഇതൊക്കെ നമ്മൾ നടത്തുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സാധ്യതകൾ എന്തുകൊണ്ടാണ് നടത്താൻ പോകുന്നത്, ഒരു സാഹചര്യം ഉണ്ടായതാണ് എന്നാണ് നമ്മൾ ഇത്രയേറെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് അറിയാം, ഇത് ദേശീയോദ്ഗ്രഥനം ആണ് പ്രധാന ലക്ഷ്യം. ജനങ്ങളെ, സാധാരണ ജനങ്ങളെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ.
പിന്നെ എല്ലാ വിഘ്നങ്ങളും നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും നമുക്ക് നല്ലൊരു ജീവിതം പ്രാപ്തമാവാനും വേണ്ടിയാണ് ഈ ഗണപതി ഉത്സവം നടത്തുന്നത്. പൂനെയിൽ പ്രത്യേകിച്ചും വളരെ ഘോഷമായിട്ട് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ചിങ്ങമാസത്തിൽ ഇതുപോലൊരു ഉത്സവം നമ്മൾ നടത്താറുള്ളത്. ഇപ്പോൾ ഇത് തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ ഉത്സവമായിട്ട് മാറി. കേരളത്തിലും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് 10 ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത്. ആരംഭം ഒരു ശുക്ല ചതുർത്ഥി എന്ന് പറയും. ആ ദിവസം തുടങ്ങിയിട്ട് ആനന്ദ ചതുർദശിയിൽ അവസാനിക്കുന്നു ഈ മാസങ്ങളിലല്ലേ. ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ താമരയും കറുകപ്പുല്ലൊക്കെ ഉപയോഗിക്കുന്നു. ഈ ദിവസത്തിലൊരു പ്രത്യേക പലഹാരം ഉണ്ടാക്കുന്നുണ്ട് ഗണപതിക്ക് വേണ്ടിയിട്ട്. ഗണപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന മോദകം എന്ന മധുര പലഹാരം തയ്യാറാക്കുന്നു, ഗണപതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. പിന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഗണേശ വിഗ്രഹങ്ങളാണ് നമ്മൾ പൊതുവെ പൂജയ്ക്കിരുത്തുക. കാരണം ഇത് പൊല്യൂഷനൊന്നും ബാധിക്കാതെ പ്രകൃതിയായിട്ട് സൗഹൃദ വസ്തുക്കളൊക്കെ ചേർത്തിട്ട് ആണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ നദികളിലൊക്കെ ഒഴുക്കുമ്പോഴും അതുകൊണ്ട് നമുക്കൊരു പ്രകൃതി അല്ല പൊല്യൂഷനെ ബാധിക്കുകയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് പ്രകൃതിയെ മോശമായിട്ട് ബാധിക്കുന്ന വെള്ളത്തിൽ ഇപ്പോൾ കലർന്നു പോയാലും പ്രശ്നങ്ങളില്ലാത്തൊരു രീതിയിലാണ് നല്ല ഒഴുക്കുള്ള ജലാശയങ്ങളൊക്കെ നിമഞ്ജനം ചെയ്യാമെന്ന് പറയും 10 ദിവസം കഴിഞ്ഞിട്ട്. അങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ പുഴയിലോ കടലിലൊക്കെ ഒഴുക്കുന്നത്. അതോടെ നമ്മുടെ ആഘോഷങ്ങൾ അവസാനിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യക്തമായ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഘ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോയിട്ട് സാധാരണ ജനങ്ങളിൽ എല്ലാ ജാതി മതത്തിലുള്ള ആളുകളിൽ ഒരു സമാധാനവും ശാന്തിയും ഉണ്ടാവാനും ഒരു ഒത്തൊരുമ ഉണ്ടാവാനും ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ ഉത്സവ പ്രതീതിയിൽ നമ്മളെല്ലാം മറന്ന് പെരുമാറും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഉണർവ് എല്ലാവരും ഉണ്ടാക്കാനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനെയൊരു ഗണപതി ഉത്സവം അല്ലെങ്കിൽ ഗണേശോത്സവം എന്ന് പറയുന്ന പരിപാടി നമ്മളിവിടെ നടത്തുന്നത്. അപ്പം നമ്മൾ പൊതുവെ നമുക്കറിയാം ഇത് ശിവൻ്റെയും പാർവതിയുടെയും മകനായ ഗണപതി അങ്ങനെയാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പം ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. ശിവൻ കാണാൻ വന്നപ്പോൾ ഗണപതി കാവൽ നിർത്തിയിട്ട് പാർവതി വിളിക്കാൻ പോയിരുന്നു. അപ്പം ഒരാളെയും കടത്തി വിടരുത് എന്ന് അമ്മയുടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വാണിംഗ് ഉണ്ടായിരുന്നു. കർശനമായ ഒരു നിർദ്ദേശമുള്ളതുകൊണ്ട് നമ്മുടെ ഗണപതി ശിവനെ പോലും ഉള്ളിൽ പോകാൻ സമ്മതിച്ചില്ല. പക്ഷെ കുപിതനായിട്ട് ശിവൻ ഗണപതിയുടെ തല വെട്ടി. അങ്ങനെ നമ്മുടെ പാർവതി കുളി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടത് ഈ മരിച്ചു കിടക്കുന്ന വിഘ്നേശ്വരനെയാണ്, ഗണപതിയാണ്. അപ്പോൾ പിന്നെ അവനൊരു പുതിയ തല സൃഷ്ടിച്ചു, ഒരു ആനയുടെ തല ഗണപതിക്ക് വെച്ചു കൊടുത്ത്. അങ്ങനെയാണ് ഗണപതി ഈ ആനത്തലയുമായിട്ട് ഇങ്ങനെ പൂജാതനായത് എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ദേവന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി, ദേവന്മാർക്ക് അന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. ദേവന്മാർക്ക് അസുരന്മാരുടെ ഒരുപാട് ഉപദ്രവങ്ങൾ ഉള്ളപ്പോൾ അവർക്ക് വരുന്ന വിഘ്നങ്ങളിലൊക്കെ സഹായിക്കാനാണ് ഇങ്ങനെയൊരു അവതാരം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. തടസ്സങ്ങളെ സംരക്ഷിക്കുകയും നീക്കം ചെയ്യുന്ന ദൈവത്തിൻ്റെ ഭാവമാണ് ഈ ഗണേശൻ. അത് ഒരുപാട് ചരിത്രങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം അങ്ങനെ ആണ് നമ്മുടെ ഈ ഉത്സവം ഉണ്ടായത്. ഇനിയും എല്ലാവരും ഇത് മനസ്സിലാക്കുക. ഗണപതി ഭഗവാന്റെ പേരിൽ എല്ലാവരും വിഘ്നങ്ങളൊക്കെ പോയിട്ട് നന്മ ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. ഈ ഗണപതി ഉത്സവം കഴിയുന്നതോടെ നമ്മളിലൊക്കെ ഉള്ള ദോഷവശങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ. അതെല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സൈനിക സുരേഷ് പുനൂർ.